പാലക്കാട് കൽമണ്ഡപത്ത് പൂട്ടിക്കിടന്ന വീടുകളിൽ വൻ കവർച്ച. പ്രതിഭാനഗർ ലൈൻ 1-ലാണ് മോഷണം നടന്നത്. ഒരു വീട്ടിൽ നിന്ന് 30 ലക്ഷത്തിലധികം വില വരുന്ന സ്വർണവും പണവും മോഷണം പോയി. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് മോഷ്ടാവ് കൽമണ്ഡപം പ്രതിഭാനഗറിലേക്ക് എത്തിയത്. മുഖം പൂർണ്ണമായും മറച്ച് കയ്യിൽ ഒരു കവറുമായി നടന്നു നീങ്ങുന്ന മോഷ്ടാവ് വീടുകളുടെ ഗേറ്റ് ചാടിക്കടക്കുന്നതും CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. കമ്പിപ്പാര ഉപയോഗിച്ചാണ് 3 വീടുകളുടെയും മുൻവാതിലുകൾ തകർത്തിരിക്കുന്നത്. ഇതിൽ 2 വീടുകളിൽ കുറച്ചു കാലമായി ആൾതാമസം ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ വീട്ടിലെ ആളുകൾ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. ഈ വീട്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടുവെന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ 7:30-യോടെ സർവന്റ് ക്ലീൻ ചെയ്യാനായിട്ട് തൊട്ട വീട്ടിൽ നിന്ന് ചാവി മേടിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് സംഭവം ഇവിടുത്തെ മോഷണ ശ്രമം നടന്നിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ അവർ അയൽവാസികളെയും ഇവിടുത്തെ കോളനി അസോസിയേഷൻ പ്രസിഡന്റ്, സെക്രട്ടറി, പഞ്ചായത്ത് മെമ്പർ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ പോലീസുകാരെ അറിയിച്ച് പോലീസുകാർ വന്നപ്പോഴാണ് ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ 2 വീടുകളിലും കൂടി മോഷണ ശ്രമം നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പക്ഷേ അവിടെയൊന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ വീടിൻ്റെ മുമ്പത്തുനിന്നാണ്. ഇവിടെ ഒരു കൊല്ലം മുമ്പ്, ഏകദേശം 1 കൊല്ലം മുമ്പ് തൊട്ടപ്പുറത്തെ സന്ധിൽ പട്ടാപ്പകൽ തന്നെ ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. കത്തി കാണിച്ചൊരു വീട്ടമ്മയെ മോഷണ ശ്രമം നടന്നിരുന്നു. പിന്നീട് അത് പിടിക്കപ്പെടുകയും ചെയ്തു. ഈ അടുത്ത കാലത്തായിട്ടൊന്നുമില്ല. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശം അറിയുന്ന ആളാണ് മോഷണം നടത്തിയത് എന്നാണ് പോലീസ് കരുതുന്നത്. 1.5 വർഷം മുമ്പ് പ്രതിഭാനഗർ 2nd സ്ട്രീറ്റിലും മോഷണം നടന്നിരുന്നു. ജനം, പാലക്കാട്.